സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിയതിന്റെ അലയൊളികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പ്രിയങ്ക എത്തിയതോടെ കോൺഗ്രസിന്റെ രാശി മാറുമെന്ന് പറയുന്നവരിൽ ചിലർ രാഹുൽ ഗാന്ധിയുടെ ഭാവിയെയാണ് ആശങ്കയോടെ കാണുന്നത്. രാഹുലിനെക്കാളും പ്രിയങ്ക ആവേശം വിതറിയാൽ രാഹുലിന്റെ പ്രധാനമന്ത്രി സ്വപ്നം മാത്രമാകുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല, രാഹുൽ പോരാ എന്ന് തോന്നിയാലും പ്രിയങ്ക റെഡിയാണ്. ഇങ്ങനെ പ്രചാരണം ശക്തിപ്പെടുത്തുമ്പോൾ പ്രിയങ്കയുടെ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ബുദ്ധി തന്നെയാണെന്നാണ് റിപ്പോർട്ട്. AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി ചുമതലയേറ്റ വാർത്ത ഇന്നലെ രാവിലെയാണ് പുറത്തു വന്നത്. എന്നാൽ അതിനായുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇതിനായി ദുബായ് സന്ദർശനത്തിന് ശേഷം രാഹുൽ ഗാന്ധി നേരെ പോയത് ന്യൂയോർക്കിലേക്കാണ്. കുടുംബവും കുട്ടികളുമായി ജീവിച്ചിരുന്ന പ്രിയങ്ക രാഷ്ട്രീയ ജീവിതത്തോട് വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടപ്പോഴൊക്കെ പിന്തുണയുമായി പ്രിയങ്ക എത്തിയിരുന്നു. എന്നാൽ പ്രിയങ്കയുടെ ശക്തമായ സാന്നിധ്യം ആവശ്യമെന്ന് മനസ്സിലാക്കിയതോടെയാണ് രാഹുൽ ഗാന്ധി സഹോദരിയെ കാണാൻ തീരുമാനിച്ചത്. പ്രിയങ്കയുടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കഴിഞ്ഞയാഴ്ചയാണ് അന്തിമ തീരുമാനമായത്. രാഹുൽ സജീവ രാഷ്ട്രീയത്തിലിറങ്ങി 15 വർഷം പിന്നിടുമ്പോഴാണ് പ്രിയങ്ക എത്തുന്നത്. അടുത്ത മാസം ആദ്യത്തോടെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക സ്ഥാനമേൽക്കും. പ്രിയങ്കയുടെ വരവ് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായാണ് വിലയിരുത്തപ്പെടുന്നത്. BJPയും SPBP-SP സഖ്യവും തമ്മിൽ ശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങിയ UPയിൽ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരികയെന്ന കഠിനമായ ദൗത്യമാണ് പ്രിയങ്കയ്ക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടുന്ന കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് പ്രിയങ്കയ്ക്ക്. കോൺഗ്രസിലെ കുടുംബാധിപത്യം ഒരിക്കൽ കൂടി വ്യക്തമായെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്നും പ്രിയങ്കയുടെ വരവിനോട് BJPയുടെ പ്രതികരണം. വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറ്റെടുത്താണ് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലേക്ക് വരുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കി. പ്രിയങ്കയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ള, അതിനായി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ് തന്റെ സഹോദരിയെന്നും രാഹുൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അമേഠിയിൽ പര്യടനം നടത്തുന്നതിനിടയിലാണ് രാഹുൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തോട് പ്രതികരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായാണോ പ്രിയങ്ക AICC ജനറൽ സെക്രട്ടറി ആയതെന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ പ്രിയങ്കയാണ് തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ബാക്ക് ഫുട്ടിൽ നിന്ന് ഞങ്ങൾ ഇനി കളിക്കില്ല. അതിപ്പോൾ ഉത്തർപ്രദേശിലായാലും ഗുജറാത്തിലായാലും എവിടെയായാലും തിരഞ്ഞെടുപ്പിനെ പാർട്ടി ശക്തമായി നേരിടുമെന്ന സൂചന നൽകിക്കൊണ്ട് രാഹുൽ പറഞ്ഞു. പാർട്ടിക്കായി കഠിനാധ്വാനം ചെയ്യാനും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനും കഴിവുള്ളവരാണ് ജ്യോതിരാദിത്യ സിന്ധ്യയും പ്രിയങ്കയും. ഈ രണ്ട് യുവ നേതാക്കളെ UPയിലേക്ക് അയക്കുക വഴി കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് ഞങ്ങൾ UP ജനതയ്ക്ക് നൽകുന്നത്. ഉത്തർപ്രദേശിന് ഞങ്ങൾ പുതിയൊരു വഴി കാണിക്കും. ഉത്തർപ്രദേശിനെ നമ്പർ 1 സംസ്ഥാനമാക്കി മാറ്റാൻ ഇവർക്കാകും. വെറും 2 മാസത്തേക്കല്ല ജ്യോതിരാദിത്യ സിന്ധ്യയും പ്രിയങ്കയും ഉത്തർപ്രദേശിലേക്ക് അയച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷവും അവരവിടെ തുടരും. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് മൂല്യങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കാനാണ് ഇവരെ നിയോഗിച്ചത്. പാവപ്പെട്ടവർക്കും കർഷകർക്കും യുവാക്കൾക്കും ഒപ്പം നിൽക്കുന്ന പുതിയ രാഷ്ട്രീയവും നയവും UPയിൽ ഇനിയുണ്ടാകും. അതേസമയം മായാവതി അഖിലേഷ് യാദവ് സഖ്യത്തെ നേരിടാനല്ല പ്രിയങ്കയെയും ജ്യോതിരാദിത്യ സിന്ധ്യയെയും നിയോഗിച്ചിരിക്കുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി. മായാവതിക്കും അഖിലേഷിനുമെതിരെ ഞങ്ങൾക്കൊന്നും പ്രവർത്തിക്കാനില്ല. SP-യും BSPയുമായി എവിടെ വെച്ചും ഏത് ഘട്ടത്തിലും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഞങ്ങൾക്കൊരു പൊതുശത്രുവുണ്ടെന്നും രാഹുൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.